ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിച്ച് ജില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, വാർഡ് തലം വരെയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാന ടൗണുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, മാർക്കറ്റ്, പൊതുസ്ഥലങ്ങൾ എന്നിവ വൃത്തിയാക്കി സൗന്ദര്യവൽക്കരിക്കും. ജില്ലാതല ഉദ്ഘാടനം കുമരകത്ത് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഭാഷാ, സാഹിത്യ, സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം മ്യൂസിയം അക്ഷരനഗരിയായ കോട്ടയത്ത് പൂർത്തിയാവുന്നു. ഈ മാസം 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ മ്യൂസിയം നാടിന് സമർപ്പിക്കും. 4 ഘട്ടങ്ങളുള്ള മ്യൂസിയത്തിന്റെ 1ാം ഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ പ്രതിപാദിക്കുന്ന ഗ്യാലറികളാണ് 1ാം ഘട്ടത്തിൽ സ്ഥാപിതമായിരിക്കുന്നത്. വരമൊഴിയായും ഗുഹവരകളായും ചിത്രലിപികളായും പരിണമിച്ച ഭാഷയുടെ വ്യത്യസ്ത തലങ്ങളെ ആദ്യ ഗാലറിയിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ത്യൻ ലിപി സമ്പ്രദായങ്ങളുടെ സമഗ്ര ചരിത്രം വിശദീകരിക്കുന്നതാണ് 2ാം ഗ്യാലറി. അച്ചടി മുതൽ യൂണിക്കോഡ് വരെയുള്ള ലിപി വിന്യാസത്തിന്റെ ചരിത്രം 3ാം ഗ്യാലറി പങ്കുവയ്ക്കുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെയും സഹകരണ പ്രസ്ഥാനത്തെയും കുറിച്ചുള്ളതാണ് 4ാം ഗ്യാലറി. 6000-ഓളം ലോകഭാഷകളുടെ പ്രദർശനം, ആധുനിക തിയേറ്റർ സംവിധാനം, ഹോളോഗ്രാം പ്രൊജക്ഷൻ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകത്തെ സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിതമായിരിക്കുന്നത്. ഗവേഷണവും പഠനവും നടത്താൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ മ്യൂസിയത്തിൽ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. നാട്ടകം കുടിവെള്ള പദ്ധതിയുടെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി ഫ്രാൻസിസ് ജോർജ് എം.പിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയും അറിയിച്ചു. ദേശീയപാത മുറിച്ച് പൈപ്പ് സ്ഥാപിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രതിനിധി സ്ഥലം സന്ദർശിക്കുകയും ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുമെന്നും എം.പിയും എം.എൽ.എയും അറിയിച്ചു. കോട്ടയം നഗരസഭയിലെ നാട്ടകം പ്രദേശത്തെ 6000-ഓളം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് 2016 ആരംഭിച്ച നാട്ടകം കുടിവെള്ള പദ്ധതി ദേശീയപാത അധികൃതരുടെ അനുമതി ലഭിക്കാത്തതിനാൽ മുടങ്ങിയിരിക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം തുറന്നു. 1,34,00,000 രൂപ ചെലവിട്ട് ഹൈടെക് ക്ലാസ് മുറികൾ അടങ്ങുന്നതാണ് പുതിയ കെട്ടിടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ ഗുണമുള്ള നെല്ലിന്റെ കൃഷി ആരംഭിച്ചു. മല്ലികശ്ശേരിയിലെ 4 ഏക്കർ പാടത്ത് ഔഷധ ഗുണമുള്ള രക്തശാലി ഇനം വിത്തുകൾ വിതച്ചു. മാണി സി കാപ്പൻ എം.എൽ.എ. വിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാപ്പുകയം പാടശേഖരത്ത് 30 ഏക്കറോളം നെൽകൃഷി നടത്തുന്നുണ്ട്. നവീകരിച്ച നീണ്ടൂർ കുറുപ്പന്തറ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കല്ലറ നീണ്ടൂർ റോഡിൽ നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പന്തറ വരെയുള്ള 4.5 കിലോമീറ്റർ റോഡാണ് പുതുക്കി പണിതത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉദ്ഘാടനം ചെയ്തു. പാലായിൽ നടന്ന ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ പാല അൽഫോൻസ അത്ലറ്റിക് അക്കാദമി ചാമ്പ്യന്മാരായി. ജൂനിയർ വിഭാഗത്തിൽ പൂഞ്ഞാർ SMV ഹയർ സെക്കൻഡറി സ്കൂളും സീനിയർ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും റണ്ണർ-അപ്പുമാരായി. ജൂനിയർ വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജും സീനിയർ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി SB കോളേജുമാണ് 3ാമതെത്തിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.